നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് തലവേദനയായി PV അൻവറിന്റെ നീക്കങ്ങൾ. ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി സ്ഥാനാർത്ഥിയായി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതേസമയം ആര്യാടൻ ഷൗക്കത്തിനെതിരെയും സതീശനെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ച് വീണ്ടും അൻവർ രംഗത്തെത്തി. യുഡിഎഫിൽ ഘടകകക്ഷി ആക്കാത്തതിലും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിനുമുള്ള പ്രതിഷേധമാണ് അൻവറിന്റെ തുടർ നീക്കങ്ങളിൽ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ അൻവർ ഇന്നും രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ആരെയും ബഹുമാനിക്കില്ല, അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക നമ്മൾ കേൾക്കേണ്ടത്. അതും വിട്ട് ഒരു ഹിറ്റ്ലറിസത്തിലേക്ക് അദ്ദേഹം പോയി എന്ന് ഞാൻ പറഞ്ഞു. കൃത്യമായൊരു ഹിറ്റ്ലറിൻ്റെ രൂപമായി UDFനെ അടക്കി വാഴുകയാണ്. കേരളത്തിൽ മന്ത്രിയായിട്ടുള്ള ബഹുമാന്യനായ ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പോലും ഒരു പുല്ല് വില കൽപ്പിക്കാതെ, കോൺഗ്രസ് ആർക്കും KC വേണുഗോപാലിന് പോലും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹം പ്രയാസപ്പെട്ടത് നമ്മൾ കണ്ടതാണല്ലോ. ഈ UDF നേതൃത്വം രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ പറയുന്ന VD സതീശൻ്റെ ഇന്നെടുത്തുകൊണ്ടിരിക്കുന്ന റോള് 26-ലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി. ഇതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിലും മനസ്സിലും ഒക്കെ അഹങ്കാരമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈപൊന്തിക്കാനുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും കേരളത്തിൽ സീറ്റ്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെ വലിയ വിമർശനമാണ് അൻവർ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ്. അതിന് കാരണക്കാരൻ ഇദ്ദേഹം കൊടുത്ത അങ്ങേയറ്റത്തെ പ്രഷറാണ് എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയുള്ള വീടാണത്. അതൊന്നും നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ അത്ര എളുപ്പം മറക്കുമെന്ന് നോക്കണ്ട. ബോഡി കണ്ടതിന് ശേഷം അദ്ദേഹം കുറച്ച് മാറി നിന്ന് ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആരാ പറഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധു, ഒരേ രക്തം, ഏട്ടനെ ഞങ്ങളെയും കൊന്നതല്ലേ എന്ന് വിശ്വസിക്കുന്നു ആ കുടുംബം. അതേസമയം PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് അൻവർ പത്രിക സമർപ്പിച്ചത്. ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയായിട്ടാണ് അൻവർ മത്സരിക്കുന്നത്. പാർട്ടി ചിഹ്നം അംഗീകരിക്കപ്പെട്ടാൽ അതിൽ മത്സരിക്കുമെന്നും അല്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ ആകും മത്സരിക്കുകയെന്നും അൻവർ പറഞ്ഞു. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, നിലമ്പൂർ.